ഹലോ, വെൽക്കം ടു നിഷാസ് ഡ്രീംസ്. ഇന്ന് ഞാനും അമ്മയും കൂടെ ഒരു ഔട്ടിങ്ങിന് പോവാണ്. മെയിൻ ഉദ്ദേശം ദൃശ്യം ഫസ്റ്റ് ഡേ തന്നെ ഷോ കാണുക എന്നുള്ളതാണ്. അതിങ്ങനെ ഞാൻ നോക്കിയിരുന്ന് കാണാൻ തീരുമാനിച്ചൊരു സിനിമയാണ്. ആ സിനിമയുടെ ഒരു ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞാൻ ബുക്ക് ചെയ്തതാണ്. അങ്ങനെ മെയ് 21 ഞാൻ സിനിമയ്ക്ക് പോവാണ് ദൃശ്യം 3 കാണാനായിട്ട്. ഞാനും അമ്മയും മാത്രമേ പോകുന്നുള്ളൂ. മുരളിയേട്ടന് തിയേറ്ററിൽ വന്ന് കാണാൻ താല്പര്യമില്ല എന്ന് മുരളിയേട്ടൻ പ്രഖ്യാപിച്ചിരുന്നു. പിന്നെ ഞാൻ നിർബന്ധിക്കാൻ പോയില്ല. ഞാൻ തന്നെ പോവാണ്. എൻ്റെ ഒരു മുട്ടുവേദനയ്ക്കൊക്കെ ശേഷം ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത് കുറേ നാളുകൾക്ക് ശേഷം മേ ബി ആഫ്റ്റർ 2 മന്ത്സ് ഞാൻ ഡ്രൈവ് ചെയ്ത് പോവാണ് കേട്ടോ. അങ്ങനെ ലുലു PVRലാണ് ഞങ്ങൾ പോകുന്നത്. അമ്മ എന്താണ് ഇത്ര കാര്യമായി വായിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അവിടുത്തെ മെനു ചെക്ക് ചെയ്യാണ് കേട്ടോ. എന്താണ് ഓർഡർ ചെയ്യേണ്ടത്? ഞങ്ങൾ ഉച്ച സമയത്താണ് പോയത്. അപ്പം ലഞ്ച് കഴിച്ചിട്ടില്ല. അതിനകത്തുനിന്ന് തന്നെ അങ്ങനെ എനിക്ക് ഈ കാലുവേദന ഉള്ളത് കാരണം അവിടുത്തെ ആ ഒരു റിക്ലൈനർ ഇതിലേ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഞാൻ സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എൻ്റെ കാലിങ്ങനെ മന്ത് പോലെ ഇരിക്കും. അതുകൊണ്ട് എനിക്ക് അതിലേ പോവാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അതിൽ പോകുന്നത്. അപ്പം അമ്മ ഇങ്ങനെ അതിനകത്തുനിന്ന് എന്ത് ഓർഡർ ചെയ്യണം എന്ന് ചെക്ക് ചെയ്യാണ്. അങ്ങനെ കൂലങ്കഷമായ ആലോചന കഴിഞ്ഞിട്ട് അമ്മ എന്നോട് പറയാണ്, "നീ എന്തെങ്കിലും വെജ് ഓർഡർ ചെയ്യെന്ന്." ഇത്രയും ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട്. ഞാൻ ആദ്യമേ ചോദിച്ചതാണ് ഞാനൊരു വെജ് പിസ്സ അല്ല പിസ്സ ഓർഡർ ചെയ്യട്ടെ എന്ന്. പിന്നെ അത്രയും നോക്കിക്കഴിഞ്ഞ് അമ്മ എന്നോട് പറയാണ്, "നീ ഒരു പിസ്സ ഓർഡർ ചെയ്തേക്ക് വെജെന്ന്." പിന്നെ അമ്മയ്ക്ക് ഫ്രഞ്ച് ഫ്രൈസും ഇഷ്ടമാണ്. അപ്പം അതും ഓർഡർ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ വെജ് പിസ്സയും ഫ്രഞ്ച് ഫ്രൈസും പിന്നെ പോപ്കോൺ. പോപ്കോൺ എനിക്ക് സിനിമയ്ക്ക് കേറിയാൽ മസ്റ്റാണ്. അങ്ങനെ ഇത്രയും ഓർഡർ ചെയ്തു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അത് ഷെയർ ചെയ്യും. പിന്നെ എക്സ്ട്രാ ഞാനും കൂടെ ഓർഡർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഞാനത് ഒന്നാമത് ഡയറ്റിംഗ് മോഡിൽ പോവാണ്. വേറെ ഓർഡർ ചെയ്തില്ല. ഇത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇത് തന്നെ ധാരാളമായിരുന്നു. ഞാനിപ്പോൾ വളരെ കുറച്ച് കഴിക്കുന്ന കാരണം. പിന്നെ ആം, സിനിമയുടെ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. മസ്റ്റ് സീ എന്ന് പറയുന്ന ഒരു ഫിലിമാണ് എൻ്റെ അഭിപ്രായത്തിൽ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇങ്ങനെ ഭയങ്കര എക്സൈറ്റിംഗ് മൊമെന്റ്സ് ഉള്ള ഒരു സിനിമയാണ്. എനിക്ക് ദൃശ്യം 2വിനേക്കാളിലും നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഫിലിമാണ് ദൃശ്യം 3. എല്ലാവരും കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. ഇപ്പം ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടു കാണും. കാണാത്തവർ കാണുക എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ. അത് കഴിഞ്ഞ് അമ്മയ്ക്ക് ഞങ്ങൾക്കൊരു കല്യാണം വരുന്നുണ്ട്. അമ്മയുടെ ഒരു റിലേറ്റീവിൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ മോളുടെ കല്യാണം വരുന്നുണ്ട്. അപ്പം അതിന് ഈ ഞാൻ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞ് വരുന്ന മെയ് 31 തീയതി പോണം. അപ്പം അതിന് അമ്മയ്ക്കൊരു മാല മേടിക്കണമെന്ന് പറഞ്ഞു ഇടാനായിട്ട്. അപ്പം അത് തപ്പി ഇങ്ങനെ ലുലുവിലെ ഒരു കടയിൽ ഞാനിങ്ങനെ നോക്കുവാണ്. അപ്പം ആദ്യം ഈ കുശാൽ എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ ചെന്നു. അമ്മയ്ക്ക് അവിടെ കണ്ടതൊന്നും ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ആക്ച്വലി ആദ്യത്തെ കണ്ട ആ മാലയില്ലേ ലോങ് ചെയിൻ. അമ്മയ്ക്ക് ഇങ്ങനെ കഴുത്ത് ഇടുങ്ങി കിടക്കുന്ന മാല വേണ്ടാന്ന് പറഞ്ഞു. ഓക്കെ. പക്ഷെ ആദ്യം കണ്ട മാല എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അമ്മയ്ക്ക് പിന്നെ ഇത് ഞാൻ ചുമ്മാ വീഡിയോ കാണിക്കാൻ വേണ്ടി നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുക്കുന്നതാണ്. ഇതൊക്കെ ഭയങ്കര വലുതായിരുന്നു. അങ്ങനെ കുറേ ചെറിയ മാലകളൊക്കെ ഉണ്ടായിരുന്നു അമ്മയ്ക്ക്. പക്ഷെ ആ ഷോപ്പിൽ കണ്ടതൊന്നും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഇത് ആക്ച്വലി മുരളിയേട്ടൻ്റെ കസിൻ സിസ്റ്റേഴ്സൊക്കെ അവർക്ക് നല്ലതാന്ന് പറഞ്ഞിട്ട് അവര് പോകുന്നൊരു കടയാണ്. അങ്ങനെയാണ് ഞാൻ അമ്മയെ അവിടെ കൊണ്ടുപോയത്. പക്ഷെ അമ്മയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. അവിടെ കണ്ടതൊന്നും ഇഷ്ടപ്പെട്ടില്ല. കുറേ അവരോട് അത് കാണിക്ക്, ഇത് കാണിക്ക് എന്നൊക്കെ പറഞ്ഞ് അവസാനം എനിക്ക് മതിയായി. എനിക്കിങ്ങനെ കുറച്ച് നേരം നിന്നപ്പോഴത്തേക്കും കാലുവേദന എടുത്ത് തുടങ്ങി. ഞാൻ പറഞ്ഞില്ലേ ഞാൻ അധികം ഇപ്പം ഈയിടെയായിട്ട് പുറത്ത് പോകാറില്ല. എനിക്ക് കുറച്ച് നേരം നിൽക്കുമ്പോഴത്തേക്കും കുറച്ച് ഞാനിങ്ങനെ എൻ്റെ ഒരു സെൽഫ് ഹീലിംഗിൽ ഞാൻ മാനേജ് ചെയ്ത് പോകുന്ന ഒരു പെയിനാണ്. സ്വന്തം ഒരു ഇതിലൊക്കെ മാനേജ് ചെയ്ത് പോവാണ്. അങ്ങനെ കുറേ നേരം നിന്നപ്പോഴത്തേക്കും കാരണം നമുക്ക് ഒരു മടുത്തു. അങ്ങനെ ഞാനിങ്ങനെ എന്തുവാണ് അമ്മയ്ക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രക്ഷയില്ല. ഞാനത് കാണിച്ചു, ഇത് കാണിച്ചു, ഇത് കൊള്ളാം, ഇത് കാണിച്ചു അമ്മയ്ക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ എൻ്റെ ടേസ്റ്റും അമ്മയുടെ ടേസ്റ്റും എൻറ്റയർലി ഡിഫറൻ്റ് ആണ് അവിടെ. ഞങ്ങൾ രണ്ടുപേരും 2 ധ്രുവങ്ങൾ എന്ന് പറയാം. പിന്നെ ഈ കട, ഇത് കുറേ തപ്പി എനിക്ക് ഈ കട ആക്ച്വലി അറിയത്തില്ലായിരുന്നു കേട്ടോ. കുറേ തപ്പിയാണ് ഈ കടയിലെത്തിയത്. ഈ കടയിലും കുറേ മാലകൾ ഇങ്ങനെ നോക്കി അവർ ഇട്ടൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു ഈ ഷോപ്പില്. ഇതിനകത്ത് ഒരു ലാസ്റ്റ് എടുത്ത മാല, ഈ മാല അല്ലാന്ന് തോന്നുന്നു. ലാസ്റ്റ് എടുത്തൊരു മാല ആക്ച്വലി അതും നല്ലതായിരുന്നു. ഇതല്ല. വേറൊരു മാല ഇട്ട് കാണിച്ചു. അതും നല്ലൊരു മാലയായിരുന്നു. അതും ഇഷ്ടപ്പെട്ടില്ല.
അവസാനം എനിക്ക് മതിയായി. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കടയുടെ പുറത്തിറങ്ങി. എനിക്ക് മതിയായി. ഞങ്ങൾ രണ്ടുപേരും കൂടെ മതിയാക്കി. ഞാൻ പുറത്തിറങ്ങി. അമ്മ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിക്കാം. നിങ്ങള് പറയണം നിങ്ങക്ക് ആ മാല ഇതായിരുന്നു എന്ന് തോന്നുന്നു. ഈ മാല. ഇതിലിങ്ങനെ കുഞ്ഞു കുഞ്ഞ് പച്ച കല്ലുകൾ പോലത്തെ സംഭവമാണ്. അടുപ്പിച്ച് ഞാൻ കാണിക്കുന്നുണ്ട്. ഇതില് കുട്ടി അമ്മയുടെ പച്ച സാരിയാന്ന് പറയും. ഇതിനകത്ത് കുഞ്ഞ് പച്ച കല്ലുകളുണ്ട്. എനിക്കത് ആക്ച്വലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ അതൊന്നും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോഴത്തേക്കും ഞാൻ മതിയാക്കി പുറത്തിറങ്ങി. എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പുറത്തിറങ്ങി. അങ്ങനെ അമ്മ അവിടുന്നൊന്നും എടുത്തില്ല എന്ന് പറഞ്ഞു. അമ്മ പിന്നെ പിറ്റേ ദിവസം അമ്മ ഗുഡ് വില്ലിൽ പൊക്കോളാം എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു, ശരി അമ്മ പൊക്കോ എന്ന് പറഞ്ഞു. അപ്പം ഇതൊക്കെ ഒരു കുട്ടി വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പം പിന്നെ തിരിച്ച് വന്നു കഴിഞ്ഞ് ഞാനിങ്ങനെ ചുമ്മാ എൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഒരു കുഞ്ഞു വീഡിയോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ വിശേഷങ്ങൾ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.